ഞാൻ ഈ ഒരു പ്രഭാഷണം നടത്താൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ യോഗ്യനല്ല എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഏത് കാര്യത്തിനും തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകമാണ് അദ്വൈതികൾ. അതൊക്കെ ഇവിടെ വിശാലമാലായിട്ട് അറിവുള്ളവർ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതിനകത്തെ രണ്ടാമത്തെ കക്ഷിയാണ് ക്രോധം. എനിക്കിപ്പോൾ ക്രോധം അടക്കാൻ പറ്റും, ആസ്ഥാനത്തിൽ തന്നെ സംഭവിക്കും. അതൊരു വിഷയമാണ്. സംഘാസംജായതേ കാമ ക്രോധോ വിജായതേ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സംഘം കൊണ്ടാണോ എന്നെനിക്ക് സംശയമാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് എല്ലാവർക്കും നല്ലതെന്ന് തോന്നും. അത്രയേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ആർക്കെങ്കിലും തോന്നിയാൽ അവരോട് എനിക്ക് ക്രോധം ഉണ്ടാവുക, പെട്ടെന്ന് പ്രതികരിക്കുക. ഇത് കേൾക്കുന്ന ഒരാളിന് ബുദ്ധിമുട്ടാണ്, കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സംസ്കാരം തന്നെ താഴോട്ട് പോവുക. ഈ ക്രോധം ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു മാർഗമുണ്ട്. സംഘം വിടുക, സന്യാസം സ്വീകരിക്കുക. സന്യാസം എന്ന് പറയുമ്പോൾ കാഷായം കൊടുത്ത് പോകാന്നുള്ളതല്ല. ഞാൻ കുറച്ച് ശീലിച്ചിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. ഇപ്പൊ മുമ്പുള്ളവരെക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നിങ്ങൾ ക്ഷമിക്കണം. ചിലർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയുന്ന കാര്യമായിരിക്കും. അതോ ക്രോധം നല്ലതല്ല, അത് എനിക്ക് ബോധ്യമാണ്. ക്രോധം വളരെ ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അടുത്ത കാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. സംഘമാണ് കാരണം. നമ്മൾ വേണ്ടാത്തതിനെ വിട്ട് കളഞ്ഞാൽ ഇത് മാറുമെന്നാണ് എന്നെ തോന്നുന്നത്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം 1-2 ദിവസങ്ങളൊക്കെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ നടന്ന പ്രഭാഷണങ്ങൾ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടമായി. നമുക്ക് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നഹി നഹി രക്ഷതി ഡൊഗ്രിഞ്ഞകാരനെ. വ്യാകരണത്തെക്കാൾ കൂടുതൽ നമ്മൾ ഭക്തിയും വിഭക്തിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഈ പദാനുപദ വിശകലനത്തെക്കാൾ നല്ലത് ഭക്തിയിലേക്ക് പോകുന്നതാണ്. ഞാൻ അടുത്ത സമയത്ത് നല്ല രീതിയിൽ രാമായണം വായിച്ച് ഭക്തിയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനോട് എന്താണ് ആതിഥേയാധിപ ആരാധി ആരാണെന്ന് ചോദിച്ചത് അതൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വായിച്ചു. അപ്പൊ അത് അറിയേണ്ട കാര്യമില്ല. ശരിക്കും ഭക്തി മതി. ആതിഥേയ അധിപ ആരാധി എന്ന് പറയുന്നത് ഇന്ദ്രജിത്താണ്. ആതിഥേയ അധിപൻ ഇന്ദ്രനാണ്. അയാളുടെ ശത്രു അയാളെ ബന്ധിച്ച ആളാണല്ലോ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ രാമായണം വായിക്കുന്നു. അതറിയാത്തതല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് അതല്ല, ആ രാമായണം ഭക്തിയിലാണ്. എനിക്കുണ്ടായ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ പറഞ്ഞ സമയം കളയാൻ സമയമില്ല. കാരണം 1 മണിക്കൂർ കൊണ്ട് ഈ ലങ്കാദഹനത്തിൽ നിന്ന് വിഭീഷണ സംഭാഷണത്തിലേക്ക് എത്താൻ ഓടിയാൻ എത്തത്തില്ല. ഒരുപാടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ വിട്ട് കളഞ്ഞു, കുറച്ചൊക്കെ വെറുതെ വായിച്ചു പോയി സമയം കളയാനേ പറ്റുള്ളൂ. എന്നാലും ഞാനിത് സൂചിപ്പിക്കുകയാണ്. ഭക്തിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത ക്ലാസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ഇൻസ്പെക്ഷൻ വന്നു. ആള് വന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് ഒരു ക്ലാസ്സിൽ സാധാരണ ഇരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതൊക്കെ ഇദ്ദേഹത്തിന് എൻ്റെ ക്ലാസ്സിലേക്ക് കാണുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ ഇൻസ്പെക്ഷൻ എല്ലാം കഴിയുമ്പോൾ ഒരു ഡിസ്കഷനുണ്ട്. ഹെഡ് മാസ്റ്റർ ഈ ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടെല്ലാം വെച്ചുകൊണ്ട് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഞാനൊന്ന് വായിച്ചു നോക്കി. ഒരൊറ്റ വരി എഴുതിയിട്ടുള്ളൂ. ഒരു വരി എഴുതിയിട്ടുള്ളൂ. ആനന്ദലബ്ധി ഇനിയൻ പറയുമ്പോ എന്തോ വാക്ക് വേണം. ഒറ്റ വരി. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? അപ്പൊ പാഠഭാഗം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. രാമോഹനത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ടാണ്. അതിന്റെ മുമ്പലത്തെ വരിയാണ് ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ
രാമായണം ഭക്തിയോടുകൂടി ചൊല്ലുകയാണെങ്കിൽ അതിലപ്പുറം ആനന്ദം ഒന്നും വേണ്ടാതാണ്. അദ്ദേഹം ഒരു വരി എഴുതിയുള്ളൂ, 20 മിനിറ്റിൽ കൂടുതൽ ഒബ്സർവേഷൻ നടത്തിയ ഓഫീസർ. അപ്പൊ അതാണ് രാമായണം. ഇത്രയും ഭക്തിയോടുകൂടി, ഇത്രയും ഭംഗിയായിട്ട് ഇത് വായിച്ച കേൾക്കുന്നയാളിന് സുഖിക്കുന്ന വേറൊരു കൃതി ഇല്ല. ഭാഗമല്ല ഒക്കെ ഉണ്ട്, എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഭക്തി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. നമുക്കിപ്പോൾ കൊട്ടാരക്കര പോകാൻ പല വഴിയുണ്ട്. നേരെ കോട്ടത്തല വഴി അങ്ങോട്ട് പോവാം, ആനക്കൊട്ട് കൂടെ പോവാം, അല്ലെങ്കിൽ ഏനാട്ടി എന്നിട്ട് അങ്ങനെ ഇറങ്ങി പോവാം. അല്ലാതെ കുറേ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ മോക്ഷം കിട്ടാൻ നമ്മൾ വിചാരിക്കുന്ന മോക്ഷം, ഞാൻ വിചാരിക്കുന്ന മോക്ഷം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന മോക്ഷമായിരിക്കില്ല. സന്തോഷം, ആനന്ദം ഇത് കിട്ടാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നഹി നഹി രക്ഷതി ഡുഗുലിന്റെ കരുണേ. അത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, അഥാതു ബ്രഹ്മജിജ്ഞാസ, അഥ ബ്രഹ്മജിജ്ഞാസ. ഞാൻ തന്നെ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് അനന്തരം ഇനി നമുക്ക് അതുകൊണ്ട് ബ്രഹ്മാവിനെ കുറിച്ച് ചിന്തിക്കാം, ബ്രഹ്മത്തെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ വേദശാസ്ത്രാദികളും പുരാണങ്ങളും ഉപദേശത്തുകളും ഒക്കെ അല്ലേ, അങ്ങനല്ലേ അതിന് അതാണ് പറയുന്നത്, അധഹ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് വരുന്ന ആളിന് വേണ്ടി ഇതൊന്നും പഠിക്കാത്ത ഒരാളിന് മോശം കിട്ടുമോ? കിട്ടും. നമ്മൾ നേരെ പോയാൽ എന്തൊക്കെയാണ് ഇവിടെയൊക്കെ രേഖയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് മോശം കിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, അല്ല ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കണ്ട. ഇവിടെ വന്നിട്ട് എൻ്റെ ദേവി എന്ന് പറഞ്ഞാൽ മാത്രം മതി. ദേവിക്കറിയാം ഇതാരാണ്, ഇവന്റെ പ്രകൃതം എന്താണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണോ അതോ വേണ്ടയോ, ശിക്ഷിക്കണോ എന്ന് ദേവി ചിന്തിക്കത്തില്ല. അത് നിങ്ങൾ വിചാരിക്കുക വേണ്ട. ഇവനെ വിചാരിക്കുന്ന കാര്യം നടത്താൻ യോഗ്യനാണോ, ഇവൻ അറിവ് കിട്ടുന്നവനാണോ എന്ന് ഒക്കെ നമുക്ക് ദേവിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭക്തി മതി. ഞാൻ മുമ്പേ പറഞ്ഞത്, ഞാൻ ആ ആനന്ദയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഓഫീസറെ അത്രയും സമയം അദ്ദേഹത്തിന്റെ ഈ ചൊല്ലലെന്ന് തന്നെ പറയാം, അത് കേട്ടിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ആനന്ദം ഉണ്ടായി. അതാണ് ഒറ്റ വരി. അത് ഇത് ചുമ്മാ പറയുന്നല്ല, നമ്മൾ അനുഭവം കൊണ്ട് പറയുന്നത്. ഇനി നമുക്കിവിടെ നമ്മൾ പോകുന്ന ഒരുപാട് ദൂരം പോകാനുണ്ട്. എനിക്ക് പറയേണ്ടത് ഇപ്പോൾ അവിടെ രാവണ സംവാദം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ഭാഗമാണുള്ളത്. ഒന്ന്, രാവണൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ വിളിച്ച് ആലോചിക്കുന്ന ഒരു ഭാഗമുണ്ട്, യുദ്ധാലോചനയാണ്. പിന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കുംഭകർണനും രാവണനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. പിന്നെ വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഇന്നലെ ലങ്കാദഹനം വരെയാണല്ലോ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഹനുമാൻ തിരിച്ചു വരുന്നത്, പിന്നെ ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാ വിവരണം, യുദ്ധയാത്ര, പിന്നെ രാവണാദികളുടെ ആലോചന, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം. ഇത്രയും ഭാഗങ്ങൾക്ക് 23 പേജ് ഇതിലടക്കമുണ്ട്. അത് നമുക്ക് ഒന്ന് ഓടിപ്പോവാം. നമ്മുടെ ലങ്കാദേവിയെ ഇടംകൈ കൊണ്ട് ഒറ്റ അടിയൊടുത്ത് മറിച്ചിട്ടതും, ലങ്കാദേവി പോയതും, അവിടെ നിന്ന് പോയി സീതാദേവിയെ കണ്ടതും, സീതാദേവിയും ഹനുമാനും തമ്മിലുള്ള ആ സംഭാഷണവും, അതുപോലെ അടയാളവാക്യം ത്രികൂടാചലത്തിലെ ഉണ്ടല്ലോ, രാമൻ പറഞ്ഞു കൊടുത്ത അടയാളവാക്യവും പറഞ്ഞ് അംഗുലീകൻ കൊടുത്ത് ദേവിയുടെ കയ്യിൽ നിന്ന് അടയാളവാക്യം കാകവൃത്താന്തമൊക്കെ ഏറ്റുവാങ്ങി, അവിടുന്ന് ചൂടാരത്വവും വാങ്ങി ലങ്കയെ ദഹിപ്പിച്ച് ഏതാണ്ട് 4 രാക്ഷസന്മാരെയും കൊന്ന് അക്ഷരകുമാരനെയൊക്കെ കൊന്ന് രാവണനോട് കയറി സൂക്ഷിച്ചോളാൻ പറഞ്ഞതൊക്കെ ഇന്നലെ കേട്ടിട്ടില്ലേ? ഇന്നലെ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും കേൾക്കാതെ അനശനം ദീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗമുണ്ട് സമുദ്രത്തിന്റെ ഉത്തരതീരത്ത്, അഭിമനന്മാർ. ഇവര് സീതയെ അന്വേഷിച്ച് പോകുമ്പോൾ സീതയെ കണ്ടുപിടിക്കാതെ ചെന്നാൽ
വധശിക്ഷയാണ് സുഗ്രീവൻ ആജ്ഞാപിച്ചിരിക്കുന്നത്. അപ്പോ ഹനുമാൻ പോയി കഴിഞ്ഞ് അയാൾ തിരിച്ച് വരുന്നത് വരെ മരിക്കാൻ കിടക്കുക. തിരിച്ചു വരുമോ വരത്തില്ലോ എന്നറിയില്ല. അങ്ങനെ പട്ടിണി കിടക്കുകയാണ് ഇവരെല്ലാവരും. ഹനുമാൻ വന്നെങ്കിലേ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവർക്കൊരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാണ്. ഈ 4-5 കൊല്ലം ശാസ്താംകോട്ടയായിട്ട് ബന്ധപ്പെട്ട് പോയത് ബഹുമാന പരിപാടികളൊക്കെ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ വലിയ ഒരു ശബ്ദം കേട്ടപ്പോൾ ഇവിടെ ഈ വിശന്ന് പരത്തി കിടന്ന ഇവരെല്ലാം കൂടെ എണീറ്റ് നൃത്തം ചവിട്ടാൻ തുടങ്ങി. എന്തായിരിക്കും കാരണം? ഇത് മറ്റൊന്നുമല്ല, ഇത് ഹനുമാൻ സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ശബ്ദമാണ് എന്ന് അവർക്ക് മനസ്സിലായി. വലിയ ഉച്ചത്തില് മുഹുരൊന്ന് അലറിയിടിനാൻ എന്നാണ് പറയുന്നത്. മുഹുരൊന്ന് അലറിയിടിനാൻ. അത് ഈ വരുന്ന വഴിക്ക് മുത്തപ്പുറം വായിക്കാൻ സമയം കിട്ടത്തില്ല. ഒരു അലറിക്കൊണ്ടാണ് ഇയാൾ വരുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇയാള് തിരിച്ചു വരികയാണ്. അങ്ങനെ ഇവർ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളില് ഹനുമാൻ ചാടി വന്ന് വീഴും. ചാടി വീഴുകയാണല്ലോ, തിരിച്ചു വരികയാണല്ലോ, കടന്നു വരല്ലോ. അവിടുന്ന് പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ താഴെ ഇവരുടെയിലേക്ക് ചാടിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ഞാൻ സീതയെ കണ്ടു. അത് പറയുന്നത് കവിനിവഹ വീരരെ കണ്ടിതു സീതയെ, അല്ലയോ വാനരപ്രമുഖരെ, കണ്ടിതു സീതയെ കാകുൽസ്ഥ വീരൻ അനുഗ്രഹത്താലഹം. അത് കണ്ടതിന്റെ കാരണമാണ് പറയുന്നത്. അത് നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അഹം സീതയെ കണ്ടു, ഞാൻ സീതയെ കണ്ടു. കാണാനുള്ള കാരണം എന്താണ്? കാകുൽസ്ഥ വീരൻ അനുഗ്രഹത്താൽ. നമുക്കറിയാം ഹനുമാൻ ആരാണെന്ന്. ഹനുമാൻ ഇവിടുന്ന് ഒറ്റ കുതിപ്പിന് ഈ 100 യോജനയുള്ള ലങ്കയുടെ അപ്പുറം ചാടിക്കടന്ന് അവിടെ ചെന്ന് ഇല്ലാത്ത കോലാഹലം ഉണ്ടാക്കി ലങ്ക ചുട്ടു പൊട്ടിച്ചിട്ടാണ് വന്നിരിക്കുക. ചുട്ട് നശിപ്പിച്ചിട്ടാണ് വരുന്നത് നല്ലൊരു ഭാഗം. പക്ഷെ ഞാൻ സീതയെ കണ്ടുപിടിച്ചു എന്ന് ഹനുമാൻ പറയുന്നില്ല. ഞാൻ സീതയെ കണ്ടുപിടിച്ചു എന്നല്ല ഹനുമാൻ പറയുന്നത്. കാകുൽസ്ഥ വീരൻ അനുഗ്രഹത്താൽ. കാകുൽസ്ഥ വീരൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ സീതയെ കണ്ടുപിടിച്ചത്. അത് എന്റെ മഹത്വമല്ല. അതാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ എന്താണ്, ഒരു കമഴ്ന്ന് കിടക്കുന്ന ഒരു പ്ലാവിനെ മലത്തി വെച്ചാൽ നമ്മൾ പറയും, ഞാനാണ് ഇത് മലത്തി വെച്ചത്. ഇല്ലേ, നമ്മൾ പറയുന്നത് എങ്ങനെയല്ലേ? ഞാനാണിത് രാവിലെ മലർത്തി വെച്ചത്. എന്നെ കൊണ്ടേ പറ്റി, വേറെ ആരെ കൊണ്ടും പറ്റില്ല. ഒരു സിനിമയില് ശ്രീനിവാസൻ പറയും, കാണുന്നതെല്ലാം എന്റേതാണ്. ഓർക്കുന്നുണ്ടോ? ഒരു സിനിമയില്, ചിത്രം എന്ന സിനിമയിൽ. അപ്പൊ അത് ആരുടെ അയകളൊന്നും അല്ല, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, ഞങ്ങളുടേതാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് ആണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് പലതും നമ്മള് ജനിക്കുമ്പോ തന്നെ വിധാതാവ് നമ്മുടെ മണ്ടയിൽ കുറിച്ചിട്ടുള്ള നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈശ്വരന്റെ അനുഗ്രഹമില്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമ്മളെ വിചാരം നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാം എൻ്റെ സാമർഥ്യം കൊണ്ടാണ് എന്നൊക്കെ നീ ചിന്തിക്കും. ഇവിടെ ഹനുമാൻ പറഞ്ഞ എന്താണ്? കാകുൽസ്ഥ വീരന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സീതയെ കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ സീതയെ കണ്ടുപിടിച്ചു, ഞാൻ ഇന്നൊക്കെ ചെയ്തു എന്നൊന്നും പറയുന്നില്ല. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഹനുമാൻ ഇവരോട് പറയുകയാണ്. അതെല്ലാം ഇന്നലെ നമ്മൾ കേട്ട കഥയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്ന് ഹനുമാനെ ആലിംഗനം ചെയ്തു. ചിലരൊക്കെ എന്താ ചെയ്യുന്നറിയാമോ? ഹനുമാന്റെ ആചുംബ്യ വാലാഞ്ചലം എന്നാണ്. വാലാഞ്ചലം, വാലിന്റെ അറ്റം പിടിച്ചിട്ട് ചുംബിച്ചു. നമ്മള്
വാനരന്മാർക്ക് വാൽമയ ശൗര്യമാകുന്നു എന്ന് ലങ്കാദഹനത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവർക്ക് വാലൊരു പ്രധാന ഘടകമാണ്. ഈ വാലിന് പിടിച്ച് ചുംബിച്ചു, അവ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വിവരങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശ്രീരാമദേവനെ അറിയിക്കണം, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ശ്രീരാമദേവനെ കാണാൻ പ്രസവണ പർവ്വതത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ശ്രീരാമദേവനും സുഗ്രീവനും ലക്ഷ്മണനും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ പോകുന്ന വഴിക്കാണ് ഈ സുഗ്രീവന്റെ അധീനതയിലുള്ള മധുവൻ. ഈ മധുവനത്തില് ഇഷ്ടം പോലെ കായ്കനികളും ഫലമൂലാദികളും തേനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാം വിശന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ അംഗദനോട്, നായകൻ അംഗദനാണ്, നാരായണനായ അംഗദനാണ്, അംഗദനോട് ഇവരെ അനുവാദം ചോദിക്കുകയാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പൊ അദ്ദേഹം അംഗദന് അനുവാദം കൊടുത്തു. പിന്നെ നമുക്കറിയാമല്ലോ ഇവരുടെ പരിപാടി എന്തൊക്കെയാണെന്ന്. കണ്ണി കടന്ന് മുഴുവൻ വലിച്ചു വാരി പിന്നെയും വലിച്ചു വലിച്ച് കളയുകയും ആവശ്യമുള്ളത്തോളം മധു കുടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിന്ന ഈ മധുവനം സൂക്ഷിക്കുന്നത് ഈ സുഗ്രീവന്റെ അമ്മാവൻ കൂടിയായ രതിമുഖനാണ്. അദ്ദേഹം കാവൽക്കാരോട് പറഞ്ഞു ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ. എവിടെ ഇതര ചെന്നൈക്കനെ ആരാണ്? ജാമ്പവാനെ, അംഗദനെ, നീലനെ, ഇങ്ങനെ തുടങ്ങിയ പ്രധാന പക്ഷികളെല്ലാം കൂടെ ഈ ചെന്നേക്കുന്നത്. ഇവരെ കണ്ട് തടുത്തു നിർത്താൻ അവിടുത്തെ കാവൽക്കാർ കഴിയൂ? എല്ലാവരെയും അടിച്ചു കൊടുത്തു. ഇത് കണ്ട് അംഗദൻ അല്ല ഈ രതിമുഖൻ പോയി സുഗ്രീവനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. താരയുടെ നേതൃത്വത്തിലുള്ള കവികള് ഈ മധുവനം നശിപ്പിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴേക്ക് സുഗ്രീവനെ വിഷമമല്ല തോന്നിയത്, അദ്ദേഹം ആർത്തിച്ചിരിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷിതമായ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മധുവനം തകർത്തപ്പോൾ സുഗ്രീവൻ ചിരിച്ചു. എന്തായാലും കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ പറയട്ടെ. കാരണം ഈ വന്നിരിക്കുന്നത് ഹനുമാന്റെ കൂടെ ആയിരിക്കും. ഹനുമാൻ കാര്യം സാധിച്ച് സീതാദേവിയെ കണ്ടിട്ട് വന്നില്ല എങ്കിൽ ഒരു കാരണവശാലും എന്നെ കാണാതെ, എന്നോട് ചോദിക്കാതെ ഇവരാരും ഈ മധുവനത്തിൽ കയറിയില്ല. അതാണ്, അനുവാദമില്ലാതെ മധുവനത്തിൽ കയറിയെങ്കിൽ ഹനുമാൻ കാര്യം സാധിച്ച് തിരിച്ചു വന്നു. അപ്പൊ തന്നെ ഈ രതിമുഖനോട് സുഗ്രീവൻ പറയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നാൽ ശ്രീരാമനോട് പറയാണ്, ഭഗവാൻ ഇനി വിഷമിക്കേണ്ട കാര്യമേ ഇല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഹനുമാൻ കാര്യമെല്ലാം സാധിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ നമുക്ക് പോയി രാവണനെ കൊന്ന് സീതാദേവിയെ വീണ്ടും കൊണ്ടുവരാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ ഈ ഹനുമാനും എല്ലാവരുമായിട്ട് ഇവിടെ എത്തി ശ്രീരാമദേവനെ നമസ്കരിച്ചു. ശ്രീരാമനോട് ദേവനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ദേവിയെ കണ്ടു, വൃഷഗാത്രയായിട്ട് സദാ രാമരാമയെ ജപിച്ചുകൊണ്ട് ഇരിക്കുന്ന, അവിടെ പറഞ്ഞിരിക്കുന്ന വാദിഷ്ഠാന്നാണ്. അവനക്ഷമത്തോടുകൂടി ശ്രീരാമദേവനെ മനസ്സിൽ വിചാരിച്ച് രാമരാമനെ ജപിച്ചുകൊണ്ട് വിശ്വാവൃക്ഷത്തിൽ ചുറ്റിയിരിക്കുന്ന സീതാദേവിയെ കണ്ടു. അങ്ങയുടെയും ലക്ഷ്മണന്റെയും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീതാദേവി വന്നിട്ട് അതുപോലെ ഈ അടയാളവാക്യം കാക വൃത്താന്തം കാക്ക വന്നതും ഒക്കെ ശ്രീരാമനെ ബോധ്യം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയും അത് അവരുടെ ചൂടാരത്നം ഏൽപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമദേവന്റെ കാക്കല് ഈ ചൂടാരത്നം വെച്ചു ഈ ഹനുമാൻ. ഇത് കേട്ടതും ശ്രീരാമൻ ചാടി എണ്ണിട്ട് ഹനുമാനെ ഗാഠം പുണർന്നു. പറഞ്ഞിരിക്കുന്നത് ഉരസി മുഹുരണച്ചു ഉരുകിയിടിനാൻ. ഉരസി മുഹുരവി മുഹുരണച്ചു പിന്നെയും ചേർത്ത് പിടിച്ച് പുൽകി. ഇവിടെ എന്നിട്ട് അടുത്തത് ഓർക്കടു മാരുതപുത്ര ഭാഗ്യോദയം. ഓർക്കടു മാരുതപുത്രന്റെ ഭാഗ്യം പരമശിവൻ പാർവതിയോട് പറയുകയാണ്. നമ്മളാരും പറഞ്ഞല്ല, എത്തച്ഛൻ പറഞ്ഞല്ല, പരമശിവൻ പാർവതിയോട് പറയാണ്, ഈ ശില്പമാനായ ഏകപുരുഷനായ സൃഷ്ടിസ്ഥിതിലയ കാരണങ്ങൾക്ക് പത്രീഭൂതനായ ഏകസ്വരൂപനായ ദൈവത്തിനെ ഉണരാനുള്ള ഭാഗ്യമുണ്ടായത്
മാരുതപുത്രൻ, ആ മാരുതപുത്രന്റെ ഭാഗ്യം ഒന്ന് ഓർത്തു നോക്കിയേ എന്ന് പരമശിവൻ പാർവതിയോട് പറയുകയാണ്. ഇവിടെ സുന്ദരകാന്ഡം തീരുകയാണ്. ഇനി നമ്മൾ യുദ്ധകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ശ്രീരാമാദികളുടെ നിശ്ചയമാണ്. അവിടെ ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. സീതാദേവിയെ കണ്ട് വന്നിരിക്കുന്നത് കൊണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കും സൂര്യകുലത്തിനും ഈ ലക്ഷ്മണനും ഈ സുഗ്രീവനും ഈ രാജ്യത്തിന് മുഴുവനും വളരെ ഭാഗ്യമുള്ള കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക സ്നേഹം തോന്നുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സമുദ്രം എങ്ങനെ കടക്കും? സമുദ്രം കടക്കാതെ രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെന്താണ് ഒരു വഴി? അക്കരെ കടന്ന് യുദ്ധം ചെയ്ത് രാവണനെ കൊന്നെങ്കിലേ നമുക്ക് സീതാദേവിയെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതിനിപ്പോ ഒരു മാർഗം ആലോചിച്ചത് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ശ്രീരാമനോട് സുഗ്രീവൻ പറയുകയാണ്, അതെന്ത് വർത്താനാണെന്ന്. ഭഗവാൻ എന്ത് വർത്താനം പറയുന്നു? ഭഗവാൻ സാധിക്കാതെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അങ്ങ് സമ്മതിച്ചാല്, അങ്ങ് അക്കരെ കടന്നാല് ഈ രാവണനെയും രാക്ഷസന്മാരെയും എല്ലാവരെയും കൊന്ന് സീതാദേവിയെ ഞാൻ വീണ്ടെടുത്തു കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ ധൈര്യമാണ്. ഇതിലെ പണ്ട് അർജുനൻ സന്താനഗോപാലക്ക് ബ്രാഹ്മണന് കൊടുത്ത പോലുള്ള ഒരു വാക്കാണ്, അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞത് പിന്നെ കാലന്റെ മകനല്ലയോ, ധർമ്മപുത്ര ജ്യേഷ്ഠനല്ലേ, അദ്ദേഹത്തിന്റെ ബലത്തിലായിരിക്കും പറഞ്ഞത്. ഇവിടെ അതുപോലെ അദ്ദേഹം പറയുന്നത് എന്താണ്? എന്റെ കൂടെയുള്ള ഈ കവിവരന്മാര് തീയിൽ ചാടണമെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആവട്ടെ, ഇപ്പൊ പറ്റത്തില്ല, പിന്നെ ചാടാം എന്ന് പറയുന്നവരല്ല, ചാടാൻ പറഞ്ഞാൽ ചാടുന്നവരാണ്. അങ്ങനെയുള്ള ഈ ബലമുണ്ടായതുകൊണ്ട് നമ്മൾ അക്കരെ കടന്നാല് നമുക്ക് ഈ രാവണനെ കൊന്ന് രാക്ഷസന്മാരെയൊക്കെ നശിപ്പിച്ച് സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്നാണ് സുഗ്രീവൻ അവിടെ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അക്കരെ കടക്കാനുള്ള മാർഗം അങ്ങ് ചെയ്യണം. വല്ല വിഷമം ഉണ്ടാവും രാമന്? അല്ല, കയ്യിലെ മറ്റേ സാധനം എടുക്കണ്ടല്ലോ, വില്ലും അമ്പുമൊക്കെ ഇല്ലേ? അസ്ത്രം അയച്ച് അങ്ങയ്ക്ക് ഇവിടെ ഒരു വഴി ഉണ്ടാക്കാൻ വല്ല പാടുകൊണ്ടോ? നമ്മള് ഈ ഭാഗവതി കാണുന്നുണ്ട്, അമ്പാടിയിലേക്ക് വസുദേവരെ ശ്രീകൃഷ്ണനെ കൊട്ടയെ വെച്ചുകൊണ്ട് പോകുമ്പോ യമുന വഴി മാറിക്കൊടുത്തു, അല്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് വഴി മാറിക്കൊടുത്തു. ഇവിടെ വരണനോട് പറഞ്ഞ പോലെ ഇത്തിരി വഴി തരാന് അവരിത്തിരി അങ്ങോട്ട് മാറി നോക്കത്തില്ലേ? വരണനല്ലേ ഇതിന്റെ എല്ലാം അധിപന്. വരണനോട് പറഞ്ഞ ലേശം വഴി നമുക്ക് തരില്ലേ? നമ്മൾ അക്കരെ കടക്കുമ്പോ കൂടിക്കോ, പിന്നെ തിരിച്ചു വരുമ്പോ മതി. അതല്ല എങ്കിൽ അസ്ത്രം അയച്ച് നമുക്ക് വഴി ഉണ്ടാക്കിക്കൂടെ? വരണനെ പേടിപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇല്ലെങ്കിൽ സേതു ബന്ധിച്ചുകൂടെ? ഈ അസ്ത്രം കൊണ്ട് തന്നെ ശ്രീരാമന് സേതു ഉണ്ടാക്കാൻ പറ്റും. ഒരു പാലം ഉണ്ടാക്കാൻ വല്ല പാടുണ്ട്? വേണ്ട, വെയിലി പാലം ഉണ്ടാക്കി 1-2 ദിവസം കൊണ്ട് എല്ലാം കൂടെ അടിച്ചുകൂട്ടി വെയിലി പാലം ഉണ്ടാക്കിയില്ലേ? ആദ്യമായിട്ട് വെയിലി പാലം കേരളത്തിൽ ഉണ്ടാക്കിയ അവിടെ ഏനാട്ടാണ്. അപ്പൊ അതുപോലെ സരസരി ഉണ്ടാക്കിയില്ലേ അർജുനൻ ഭീഷ്മന് വേണ്ടിയിട്ട്? അപ്പൊ പിന്നെ ശ്രീരാമനെ ഇവിടെ അക്കരെ പോകാൻ ഒരു പാലം ഉണ്ടാക്കാനായിട്ട് പാടുണ്ടോ? അങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചെന്ന് വെച്ചാൽ അക്കരെ കടക്കാനുള്ള പരിപാടി ശരിയാക്കി തന്നാൽ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന സുഗ്രീവൻ പറയുന്നത്. അതായത് ആവട്ടെ. ശ്രീരാമനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പൊ അദ്ദേഹവും തീരുമാനിച്ചു, നമുക്ക് പോവാം, അക്കരെ പോകാം. അക്കരെ അങ്ങോട്ട് ചെന്നു എന്ന് വിചാരിക്കുക. ചാടി ഇങ്ങനെ അങ്ങനെ എല്ലാം പറ്റൂ. അപ്പൊ പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ CCTV-യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ടാപ്പ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് വഴികളുള്ളത്, എവിടെയൊക്കെ പീരങ്കിയൊന്നും അന്നുമില്ല. ഇപ്പോഴത്തെ കോട്ടകളിലൊക്കെ, ഇടയ്ക്ക് വെച്ചുള്ള കോട്ടകളിലൊക്കെ ഈ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ലങ്ക എങ്ങനെ ഇരിക്കുകയാണ്, ലങ്കയ്ക്ക് നമുക്ക് ഇതിനെ കൂടെ കയറാം.
അവിടെ എന്തൊക്കെ സംവിധാനം ഉള്ളത് അറിയണ്ടേ? അത് വേണമല്ലോ. ഹനുമാൻ ലങ്ക മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അകത്ത് കടന്ന് ഇവരുമായിട്ട് യുദ്ധം ചെയ്യാം, അതിനുള്ള റൂട്ട് മാപ്പ് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഹനുമാനോട് ചോദിക്കുകയാണ്. അപ്പൊ ഹനുമാൻ വളരെ വിശദമായി പറയുന്നുണ്ട്. സമുദ്രത്തിന്റെ നടുക്ക് ത്രികൂടാചല പർവ്വതത്തിന്റെ മുകളില് സ്വർണ്ണ നിർമ്മിതമാണ് ലങ്ക. 700 യോജന വിസ്തൃതിയുണ്ട്. യോജന എന്ന് പറയുമ്പോൾ ഏകദേശം 8 കിലോമീറ്ററാണ്. 13 കിലോമീറ്ററാണ്. 8 മൈലാണ്. അപ്പോ 1.6 അല്ലേ സാറേ? ഏകദേശം 13 കിലോമീറ്റർ വരും ഒരു യോജന. അങ്ങനെ കൂട്ടുമ്പോ 9100 കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ ലങ്കയ്ക്ക്. ഇതിന് ചുറ്റും എല്ലാം കനകമാണ്, സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ മതിലാണ്. ഈ മതിലിന് 4 വശത്തും ഓരോ ഗോപുരങ്ങളുണ്ട്. ഇതിന് 7 നിലകളാണ്. ഇതിനകത്ത് വേറെ 7 മതിലുകളുണ്ട്. ഈ 7 മതിലുകൾക്കും 4 ഗോപുരങ്ങളുണ്ട്. അതുപോലെ എല്ലാ മതിലുകൾക്കും ഇടയിലെ അഗാധമായ കിടങ്ങുണ്ട്. ഇനി കിഴക്കേ ഗോപുരം കാക്കുന്ന ഗോപുരത്തിന്റെ അടുത്ത് 10,000 ഭടന്മാര് കാവൽ നിൽക്കുന്നുണ്ട്. തെക്കേ ഗോപുരത്തിന്റെ നടയില് ഒരു 1,00,000 പേരുണ്ട്. പടിഞ്ഞാറ് 10,00,000 ഉണ്ട്. വടക്ക് 1 കോടി ആളുകൾ കാവുന്നുണ്ട്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കൊണ്ടായിരിക്കും, ആരെങ്കിലൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും ഈ വടക്കേ ഗോപുര നടയിൽ 1 കോടി ആളുകളാണ്. ഇനി നടുക്ക് ഇതിന്റെ എല്ലാം കൂടെ കൂട്ടിയതിന്റെ പകുതി ആളുകൾ കാവലുണ്ട്. അപ്പോ 10,000, 10,00,000 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഏതാണ്ട് 1,11,10,000 ഭടന്മാര് അവിടെ കാവലുണ്ട്. അതിന്റെ പകുതി ആളുകൾ ഏതാണ്ട് 55,55,000 പേര് നടുക്ക് കാവലുണ്ട്. അന്തപ്പുരം കാക്കാനുമുണ്ട് അത്രയും പേര്. മന്ത്രശാലയ്ക്ക് ചുറ്റും ഇതിന്റെ ഇരട്ടിപ്പേര് ഡബിളാണ്. പിന്നെ സ്വർണ്ണ നിർമ്മിതമായ ഭോജനശാല, ഡൈനിഹാള്, നടപ്പന്തല്, നാടകശാല, കുളിപ്പുര, ആളൊഴിഞ്ഞ മദ്യശാല, അത് സീക്രസിയായി അത്യാവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ. ഇതൊക്കെ സ്വർണ്ണ നിർമ്മിതമാണ്. ഇനി മൊത്തത്തിൽ അങ്ങോട്ട് പറയാൻ ലങ്കയെ കുറിച്ച് വിവരിക്കാമെന്ന് വെച്ചാൽ ആനന്ദനെ കൊണ്ടും സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്താ ആനന്ദന്റെ പ്രത്യേകത? 1000 നാവുണ്ട്. 1000 നാവുള്ള ഒരു അനന്തനും ആകുമോ ഭഗവാനെ വാഴ്ത്താൻ എന്നൊരു കീർത്തനമുണ്ട്. 1000 നാവുള്ള അനന്തന് പോലും ഈ ലങ്കയെ കുറിച്ച് വിവരിക്കാൻ എളുപ്പമല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടെയൊക്കെ കറങ്ങി ദേവിയൊക്കെ കണ്ടുപിടിച്ചതൊക്കെ ഇവിടെ സാവിത്രി ടീച്ചർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുക. നല്ല മണം ഉദ്യാനത്തിലാണെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ്. വായുദേവൻ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എല്ലായിടത്തും കറങ്ങി നടന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് ദേവിയൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത് അതും എൻ്റെ ജനകൻ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് ലങ്കയെ കുറിച്ചുള്ള വിവരണം. എത്രയും പെട്ടെന്ന് തന്നെ ദേവി വളരെ വിവശയാണ്.
ദേവി വളരെ കൃഷകാത്രയായിരിക്കുന്നു. ദേവി അനുസരം തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ പോയി ദേവിയെ കൊണ്ടുപോകണം എന്നാണ് ഹനുമാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ ശ്രീരാമദേവൻ കേട്ടു. അപ്പൊ അത് നമ്മുടെ സുഗ്രീവനെ നോക്കി അദ്ദേഹം പറയുകയാണ്, എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ വിജയ മുഹൂർത്തമാണ്. ഇന്ന് ഉത്രമാണ് നക്ഷത്രം. ഏത് കാര്യത്തിനും ശുഭകരമായ നക്ഷത്രമാണ്. അതുപോലെ എൻ്റെ വലം കണ്ണ് തുടിക്കുന്നു. വലം കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമാണ് എന്ന് പറയുന്നു എഴുത്തച്ഛൻ. അവയെല്ലാം കൊണ്ടും വളരെ നല്ല മുഹൂർത്തമായ ഇപ്പോൾ നമുക്ക് യുദ്ധത്തിന് ഉടനെ തന്നെ പുറപ്പെടാം. പുറപ്പെടുമ്പോൾ ഈ സേനകളൊക്കെ നയിക്കാൻ ഒരാൾ വേണമല്ലോ. അതിന് നീലനെ ചുമതലപ്പെടുത്തി. സേനാനായകനായിട്ട് നീലനെ നിയമിച്ചു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഇടതും വലതും മുൻപിലും പിൻപിലുമൊക്കെ ഏറ്റവും പ്രഗത്ഭരായ വാനരന്മാരെ പോസ്റ്റ് ചെയ്യണം. ഞാൻ ഹനുമാന്റെ പുറത്ത് കയറി മുൻപേ നടക്കും. അതിൻ്റെ പിറകിൽ അംഗദന്റെ പുറത്ത് കയറി ലക്ഷ്മണൻ വരും. സുഗ്രീവൻ എൻ്റെ പാർശ്വത്ത് തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നടക്കുക. പിന്നെ കുറെ പേരുടെ പേര് പറയുന്നുണ്ട്. പ്രമുഖന്മാരായ വാനരന്മാരുടെ കുറെ പേരുടെ പേരിവിടെ പറയുന്നുണ്ട്. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശൂലി സമാനനാം മൈന്ദൻ. മൈന്ദൻ ശൂലി സമാനനാണ്. ശൂലം ആയുധമാക്കിയ ശിവനാണ്, പരമശിവന്റെ തുല്യനാണ് മൈന്ദൻ എന്നാണ് പറയുന്നത്. ശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും. പങ്കജ സംഭവന്റെ ബ്രഹ്മാവിന്റെ മകനായിട്ടാണ് സുഷേണനെ പറയുന്നത്. തുങ്കൻ, നളനും, ശതബലി, താരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ല ഒരു സൈന്യവും. ഈ വാനരനായകന്മാരോട് തുല്യമായിട്ട്, അവിടെ ചൊല്ലുവാന്ന് പറഞ്ഞത് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അതിന് തുല്യമായിട്ട്, അവരോട് ഉപമിക്കാനായിട്ട് ചൊല്ലുവാനാവതല്ല ഒരു സൈന്യവും. പുറപ്പെടുകേതുമേ വൈകരുത്, ആടലുണ്ടാകരുതാക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മക്കള സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാകെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. എങ്ങനെ ഈ കവികുലം വരികയാണ്. ഇത് കണ്ടാല് ഈ വാനര പട ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ട് കടൽ ഇറങ്ങി വരികയാണെന്ന് തോന്നുമെന്നാണ് ഇതിനകത്ത് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുമ്പില് ചന്ദ്രനും സൂര്യനും ചന്ദ്രനും തിളങ്ങുന്നത് പോലെ തിളങ്ങി ശ്രീരാമനും ലക്ഷ്മണനും എങ്ങനെ വരുന്നു എന്നാണ്. എന്നിട്ട് എല്ലാവരും കൂടി സമുദ്രത്തിന്റെ ഉത്തരതീരത്തെത്തി. അപ്പോഴേക്ക് സന്ധ്യയായി. അപ്പൊ സന്ധ്യാവന്ദനം ഒക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമദേവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയെന്നാണ്. അതിനു മുൻപ്, കയറുന്നതിന് മുമ്പ് സുഗ്രീവനോട് പ്രത്യേകം പറഞ്ഞു, രാക്ഷസന്മാർ മായാവികളാണ്. അവരേത് വേഷത്തിലും വരും, നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് നമ്മുടെ പടയെ നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറയുകയാണ് ഈ സുഗ്രീവനോട് ശ്രീരാമദേവൻ. അദ്ദേഹം പർവ്വതത്തിന്റെ മുകളിൽ കയറി. അപ്പൊ ഈ ബാക്കി എല്ലാവരും സമുദ്രതീരത്ത് കിടക്കുകയാണ്.
എല്ലാവരും പേടിച്ചു പോയി. പേടിച്ചത് മറ്റൊന്നുമല്ല, നോക്കെത്താതെ കിടക്കുന്ന സമുദ്രം, സമുദ്രത്തിൽ വലിയ ശബ്ദത്തോടുകൂടി വരുന്ന തിരമാലകൾ, ഈ തിരമാലകളെ എങ്ങനെ തരണം ചെയ്യും? ഈ തിരമാലകളെ തരണം ചെയ്തെങ്കിലേ നമുക്ക് അക്കരെ കടന്ന് നമ്മുടെ കാര്യം സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിലൊക്കെ ഈ തിരമാലകൾ ഉണ്ടാവാറുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാവണം. അക്കരെ ഇരിക്കുന്നത് ജ്ഞാനസ്വരൂപിണിയായ ദേവിയാണ്. ആ ദേവിയുടെ അടുത്ത് ഈ ജ്ഞാനം നേടാൻ നമുക്കൊരു കടൽ കിടക്കണം. ഏത് കടലാണ്? നമ്മളതിനെ എന്താ പറയുന്നത്? ഭവാബ്ധി എന്നാണ് പറയുന്നത്. ഭവാബ്ധിയാണ്. നമ്മളതിനകത്ത് കിടന്ന് വട്ടം കറങ്ങുകയല്ലേ. ഇതെല്ലാം ഇവിടെ പറഞ്ഞു തീർന്നതാണ്. ഈ സംസാര സാഗരം നമ്മുടെ മക്കളും അല്ലെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ ബന്ധുക്കളും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളും, നമ്മളത് ഓരോ പ്രസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് വിടും. ഇവിടെ എല്ലാം കൂടെ കിടന്ന് കറങ്ങും. അപ്പൊ ഇതൊന്നും വേണ്ടേ? വേണം. അതേ ചേമ്പിലയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാം നമുക്ക് വേണം, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം അതായിരിക്കണം. അതും കൂടെ ചേർത്താണ് ഇവിടെ ഇവര് പേടിക്കുന്നത്. മുമ്പേ പറഞ്ഞ ശ്രീരാമൻ പറഞ്ഞതുപോലെ തന്നെയാണ്. എങ്ങനെ നമ്മൾ സമുദ്രം കടക്കും? അതൊരു വിഷയമാണ്. സമുദ്രം കടക്കാന് പിന്നെ ഭാഗവതം പറയുന്നത് ചെറ്റ് കാൽക്കുളമ്പിന് തുല്യമായി കടന്നിടാം. ഭാഗവതത്തിൽ പറയുന്നത് ചെറ്റ് കാൽക്കുളമ്പിന് തുല്യമായി കടന്നിടാം. എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഭക്തി. വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഭക്തി, ഭഗവാനുള്ള വിശ്വാസം, ആ വിശ്വാസം മതി. വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നാണ് ഒരു ഏകദേശം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാത്തിനും നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. പറ്റുമോ പറ്റത്തില്ലോ എന്നുള്ള അത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗമുണ്ട്, അവിടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഈ ശബ്ദവും ഈ കടലിന്റെ പരപ്പും എല്ലാം കൂടെ കേട്ട് ഈ കവികൾ ഇങ്ങനെ ചിന്തയിൽ ആണ്ട് ഉറങ്ങിയില്ലയോ, എങ്ങനെ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് അവരെങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീരാമദേവൻ മലയുടെ മുകളിൽ പോയിരിക്കും. അദ്ദേഹം വെറുതെ ഇരിക്കല്ല. അപ്പോൾ ചന്ദ്രൻ ചോദിച്ചു. ചന്ദ്രൻ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കവികളൊക്കെ പറയുന്നത് വിരഹദുഃഖം ഉണ്ടാകും. കവികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, വിരഹ ദുഃഖം ഉണ്ടാവും കണ്ണന്. ഈ രാമനും അതുണ്ടായി. രാമൻ വിളിച്ചു പോകാൻ തുടങ്ങി പതിവ് പരിപാടി. എന്തിനാണ് പറയുന്നത്? അല്ലയോ ദേവി സീത എന്നെ കുറിച്ചിട്ട് പറയുകയാണ്. അവിടെ ആരെ കേൾപ്പിക്കാനാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഇങ്ങനെ ചില പരിപാടികളുണ്ട്. കാരണം അദ്ദേഹം മനുഷ്യനാണ്, മനുഷ്യ ജന്മമെടുത്തിരിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്താഗതികൾ, വേദനകൾ, അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാന്, അതിനെന്ത് ചെയ്യണം അറിയിക്കാനാണ് ഈ രാമൻ മനുഷ്യ ജന്മമെടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം അവിടെ നിന്നിട്ട് ഇങ്ങനെ സീതാദേവിയെ വിളിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ രാമനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം പറഞ്ഞതാണ് വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. ധർമ്മത്തിന്റെ വിഗ്രഹമാണ്. നമ്മളെ ഈശ്വരനാണ്. ഇവിടെ എഴുത്തച്ഛൻ അവിടെ എല്ലാം പറ്റുന്നിടത്തെല്ലാം എന്തെങ്കിലും ഒരു ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു 15 വരിയെങ്കിലും ഇതിങ്ങനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. തിരുപുരുഷൻ അല്ലെങ്കിൽ ഏകസ്വരൂപന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എങ്കിൽ തന്നെയും ഭഗവാൻ എന്തിനാ ചെയ്യിക്കുന്നത്? ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഭഗവാന് പിന്നെ അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണ്? അദ്ദേഹം രാജകുലത്തിൽ ജനിച്ചവനാണ്. രാജകുലത്തിൽ ജനിച്ചവന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജകളെ സംരക്ഷിക്കുകയാണ്. രാജാവിന്റെ ധർമ്മം എന്താണെന്ന് കാണിക്കാനാണ്. രാജാവിന്റെ വാക്ക് പാലിക്കാനാണ് അദ്ദേഹം വനത്തിൽ പോയത്. അത് കഴിഞ്ഞിട്ട് വനത്തിൽ പോയെങ്കിലേ പറ്റുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ സീതയെ ഉപേക്ഷിച്ചു. രാജാവിന്റെ ധർമ്മമാണ്. രാജാവിന്റെ ധർമ്മം നമ്മൾ പലരും അതിനെയൊക്കെ വിമർശിക്കാറുണ്ട്. അത് ശരിയാണോ എന്ന്. രാമൻ ആരാണെന്ന് നമ്മൾ അറിയണം. രാമൻ രാജാവാണ്, പ്രജകൾക്ക് വേണ്ടിയാണ്. ഒരു പ്രജയ്ക്ക് അതൃപ്തി ഉണ്ടാകുന്ന, അപ്രിയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സംശയം ഉണ്ടാകുന്ന തരത്തിൽ രാജാവ് ഭരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇങ്ങോട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വരണ്ട. എന്തായാലും അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വിലപിച്ചു എന്നാണ്. ഇതൊക്കെ അക്കരെ ഇരുന്നുകൊണ്ടൊരാൾ അറിയുന്നുണ്ടായിരുന്നു, രാവണൻ.
അപ്പോൾ അയാൾക്കും സ്വാഭാവികമായിട്ടും ഒരു വെപ്രാളമായി. അയാൾ ധൈര്യശാലിയാണ്, ഒക്കെയാണ്, എല്ലാം അറിയുന്നയാളാണ്, ജ്ഞാനിയാണ്, ഒക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിനും ഒരു വെപ്രാളം ഉണ്ടായി. അപ്പം തന്നെ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുമ്പോൾ അവരോട് പറയുന്നുണ്ട്, അദ്ദേഹം ജ്ഞാനിയാണല്ലോ, നമുക്ക് 3 തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, സ്വാഭാവികം, നമുക്കൊക്കെ വരുന്നതാണ്. ഓരോ കാര്യത്തെ സമീപിക്കുമ്പോഴും അവിടെ 3 തരത്തിലാണ് ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതായത് സാധ്യം, ദുസ്സാധ്യം, അസാധ്യം. സാധ്യം എന്ന് പറഞ്ഞാൽ സുസാധ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് കിട്ടാം, ഒരു വിശേഷണം കൂടെ അവിടെ കൊടുത്താൽ സുഖേന സാധിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സാധിച്ചെടുക്കാവുന്നത്. ദുസ്സാധ്യം എന്ന് പറഞ്ഞാൽ ദുഃഖേന സാധ്യമാകുന്നത്, കുറച്ച് വിഷമമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. അസാധ്യം, നടക്കുകയില്ല. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടുന്നത്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തന്നിട്ടുള്ള ഉപദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, എല്ലാം വിജയകരമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചും നിങ്ങളെല്ലാവരും കൂടെ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് ഒരു ഉപദേശം തരണം. കാരണം ഇതുവരെ തന്ന ഉപദേശങ്ങളെല്ലാം വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുമ്പം അതും ഉത്തമം, മധ്യമം, അധമം എന്ന രീതിയിൽ 3 തരത്തിലാണ് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ, ഏകദേശം എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ കമ്മിറ്റികളിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു രക്ഷാകർത്തൃ സംഘടനയിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ ആൾ ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ട് ഇപ്പോൾ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് എടുത്തിടുമ്പോൾ അത് കൊള്ളാം എന്നെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് നമ്മൾ അത് നടപ്പാക്കാൻ ശ്രമിക്കുക, നടപ്പാക്കുന്നു. അപ്പം അത് ഏറ്റവും വിജയകരമായിരിക്കും. പിന്നെ ഒരു തരമുള്ളത് ഒരു പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. നമ്മളവിടെ അഭിപ്രായം ഉള്ളവരും എന്നാൽ ഇത് നടക്കുമോ എന്ന് സംശയമുള്ളവരും, കാര്യം കൊള്ളാവുന്നതാണ്, പക്ഷേ ഇത് നടക്കുമോ, അതെങ്ങനെ നടത്താൻ പറ്റും എന്ന് വിചാരിച്ച് ഒക്കത്തില്ല എന്ന് പറയുന്നില്ല. അതെങ്ങനെ നമുക്ക് സാധിക്കാൻ പറ്റുമെന്നിങ്ങനെ ഒരു ചർച്ചകളിലൂടെ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാക്കി നമ്മൾ മുമ്പോട്ട് പോകുന്നു, കാര്യം നടത്താൻ തീരുമാനിക്കുന്നു. അതിനെ മധ്യമമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നടക്കത്തില്ല, അത് പറ്റില്ല. ഇപ്പം നമുക്ക് വിചാരിക്കുകയാണ്, നമുക്ക് ഇവിടെ ഒരു ചണ്ഡികായാഗം നടത്തണം, പറയാം. അപ്പൊ അതിന് അധ്യക്ഷൻ പറയുകയാണ്, നമുക്കിങ്ങനെ ഒരു എന്താ ചെയ്താൽ എന്താ, അതിന് അവരാണെങ്കിൽ എന്താ ചെലവ് വരുന്നത്? അതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയായി. മറ്റൊരു 5-10 ദിവസത്തെ പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ആഹാരമൊക്കെ കൊടുത്ത് നമുക്ക് യാഗമാണ് 10 ദിവസത്തെ യാഗം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് കാര്യം ചെയ്യും, ഒരു 1000 രൂപ വീതം തരാൻ തയ്യാറുള്ള 1000 പേരെ കണ്ടുപിടിച്ചാൽ മതി. വല്ല പ്രശ്നമുണ്ടോ? നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതൊന്നും ഇപ്പം നടക്കത്തില്ല. അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാൻ പോകുന്ന മണിപ്പുറത്താണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇതുപോലെ ഈ മുടക്ക് ന്യായങ്ങൾ പറയുക, അതൊക്കെ വലിയ വിഷമമാണ്. മുടക്ക് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതങ്ങ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരസ്പരം നീരസത്തിലുമൊക്കെ. ഇത് ഇതാകുമ്പോൾ ക്ഷേത്രകാര്യമാകുമ്പോൾ നീരസമില്ല. അപ്പൊ വേറെ ചില കാര്യങ്ങളാകുമ്പോൾ പരസ്പരം വിരോധമായി, നീരസമായി, ആ പ്രസ്ഥാനം തന്നെ നശിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന ചില തീരുമാനങ്ങളുണ്ട്, അത് അധമമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും ഉത്തമമായതാണ്. എല്ലാവരും കൂടെ തീരുമാനിക്കണം, നമുക്ക് ഈ പ്രശ്നത്തെ
അക്കരെ വന്നിരിക്കുന്നവർ മോശക്കാരല്ല എന്നൊക്കെ രാവണന് പറയും. അങ്ങനെ അതിനെ എങ്ങനെ നമുക്ക് നേരിടാം എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്ക് പ്രവർത്തിക്കണം എന്ന് രാവണൻ ഇവരോട് പറയുകയാണ്. ഇവര് പറഞ്ഞു, അങ്ങ് ഈ കാര്യത്തിൽ എന്തിനാ ഇത്ര ഈ തല ഉണ്ടാക്കേണ്ട കാര്യം? അങ്ങ് ആരാണ്? അങ്ങ് മറന്നുപോയോ? മനുഷ്യർക്ക് അങ്ങയെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയോ? അങ്ങ് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിച്ച വരം മറന്നുപോയോ എന്ന് ഈ മന്ത്രിമാര് ചോദിക്കുകയാണ്. ഞാനത് വായിക്കാം. അപ്പോൾ വായിച്ചാൽ മതി. നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായത്. ഇതിന് ഈ വിഷയത്തിൽ അങ്ങയുടെ മനസ്സിലൊരു കാര്യവിചാരമുണ്ടായത് വളരെ നാം രസകരമായിരിക്കും, നന്നായിരിക്കുന്നുണ്ട്. രോഗങ്ങളെല്ലാം ജയിച്ചവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസി മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുര യുദ്ധേ ജയിച്ചുടൻ വിനിക്ഷിപ്യപത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘദിനാഥൻ അതോർക്ക നീ. അവയാളെ ഇന്ദ്രനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു തന്നത് അങ്ങയുടെ മകനായ മേഘനാഥനല്ലേ? അത് മറന്നുപോയോ? അതൊന്ന് ഓർത്തേ. അതുപോലെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? വിത്തേശനപുര യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോലും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തുകൊണ്ടോളവും. ഇയാള് വൈശ്രവണനെ കുബേരനെ യുദ്ധം ചെയ്ത് കുബേരനെ 59,000 വർഷം തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയതാണ് ദിക്കുകളുടെ ആധിപത്യവും വിത്തേശത്വവും അതുപോലെ പുഷ്പക വിമാനവും ഒക്കെ. 59,000 വർഷം തപസ് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ രാവണനുമൊക്കെ 19,000 വർഷം തപസ് ചെയ്തു എന്ന് പറയുന്നത്. ഇതെല്ലാം നേടിയിട്ട് ആ വൈശ്രവണനെ തോൽപ്പിച്ചിട്ട് ഈ പുഷ്പവിമാനവും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോരുന്നത് മറന്നുപോയോ? അതാണ് ചോദിക്കുന്നത്. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലരണ്ടാലൊരു ഭയമുണ്ടാകുന്നു. അത് കഥയൊന്നും പറഞ്ഞിട്ടിരിക്കുന്ന സമയമില്ല. പണ്ട് കാലനെ ജയിച്ചെന്നാണ്. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിൽ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളത് ചൊല്ലു നീ. ദേവന്മാരെയും ഒക്കെ ജയിച്ച അങ്ങയ്ക്ക് പറ്റല് ശത്രുക്കള് ആരാണുള്ളത്? അതൊക്കെ നീ ഓർക്കണം. കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ. കൈലാസമിളക്കിയെടുത്ത് ഉടൻ ആരോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലെ. കൈലാസം എടുത്ത് ആടി. കൈലാസം ഒക്കെ എടുത്തപ്പോ പിണങ്ങിയിരുന്ന പാർവതി ദേവി പരമശിവന്റെ മടിയിലേക്ക് വീണു എന്നാണ് പറയുന്നത്. ആ സന്തോഷത്തില് ചന്ദ്രഹാസം കൊടുത്തു. അത് നിശ്ചയിച്ചില്ലേ. പിന്നെ എന്തിനാ നീ ആരെയാ പേടിക്കുന്നതെന്നാണ് ഈ മന്ത്രിമാര് ചോദിക്കുന്നത്. ത്രൈലോക്യവാസികളെല്ലാം അവൽ ബലമാരോഗ്യ ഭീതി കലർന്നു മരുവുന്നു. മാരുനി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയമെന്നിയെ പൊയ്ക്കൊണ്ടത് മോഹൻ. ഹനുമാൻ വന്ന് കാണിച്ചതൊക്കെ കുഴപ്പമാണ്, നമുക്ക് എല്ലാവർക്കും നാണം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് വഴുത്തി, നമ്മളൊന്ന് വെറുതെ വിട്ടു. അതാ പറയുന്നത്. അല്ലാതെ അയാൾ സാധിച്ചിട്ട് പോയൊന്നുമല്ല, നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. അത് കാരണം അവൻ പോയത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അത് പേടിക്കണ്ട.
ഞങ്ങളെല്ലാവരും ഉണ്ട്, അങ്ങ് വെറുതെ ഇരുന്നാൽ മതി. അല്ലെ, മുമ്പേ സുഗ്രീവൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് വെറുതെ ഇരുന്നാൽ മതി, അനുവാദം തന്നാൽ മതി, ഞങ്ങള് ഇവരെ എല്ലാം ഒതുക്കിയത് ശരിയാക്കി രാജ്യം സുഖമായിട്ട് വാഴാന് അല്ലെങ്കിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാന് അങ്ങേക്ക് അവസരം ഉണ്ടാക്കാം എന്ന് മന്ത്രിമാരെ രാവണനെ ഉപദേശിക്കുകയാണ്. അപ്പോഴേക്ക് രാവണന് ഒരു സന്തോഷം. കാരണം അയാളുടെ ഭാരം കുറച്ച് കുറഞ്ഞ് സംഗതി ശരിയല്ലേ, മനുഷ്യരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല, പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ പിന്നെ ഞാനിതിനെ വിവരിക്കുന്നു, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുംഭകർണൻ കയറി വന്നു. നമ്മളെ ഈ കുംഭകർണനെയൊക്കെ ഒരു ഭീകര ജീവിയായിട്ടോ അല്ലെങ്കിൽ വീരനായിട്ടോ ഒക്കെയാണ് ചിലരൊക്കെ സങ്കല്പിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ കുംഭകർണന്റെ സംഭാഷണവും കൊണ്ട് വിഭീഷണന്റെ സംഭാഷണമുണ്ട്. എനിക്ക് വിഭീഷണന്റെ സംഭാഷണത്തെക്കാൾ ഗൗരവമായിട്ട് തോന്നിയത് കുംഭകർണന്റെ വാക്കുകളാണ്. ഇവരെല്ലാം സാത്വികരാണ്, പുലസ്ത്യന്റെ കൊച്ചുമക്കളാണ്. പുലസ്ത്യന്റെ മകൻ വിശ്രവസ്, വിശ്രവസന്റെ മക്കളാണ് ഈ രാവണനും കുംഭകർണനും വിഭീഷണനും. ശ്രീരാമചന്ദ്രത്തിൽ പറയുന്ന വിശ്രവസത്വത്തോ രാവണോ നാമ രാക്ഷസ ആസി അസ്യ അനുജവുച്ച ആസ്ഥാം കുംഭകർണ വിഭീഷണവും. അപ്പോൾ വിശ്രവസന്റെ മക്കളാണ്, ആ ബ്രാഹ്മണനാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ബ്രാഹ്മണർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഗഗനമായിട്ട് പോകാൻ പറ്റുന്നില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്നാണ്. അപ്പോൾ ബ്രാഹ്മണന്മാര് സ്വാഭാവികമായിട്ടും ഈ ബ്രഹ്മത്തെ അറിയുന്നത് എപ്പോൾ മുതലാണ്? അമ്മയുടെ ഉദരത്തിൽ പറക്കുമ്പോൾ മുതൽ. ഉദരത്തിൽ പറക്കുമ്പോൾ, ഭൂമിയിൽ രാമനാവപ്പെടല്ല. അതിനൊക്കെ നമുക്കറിയാമല്ലോ, അഭിമന്യുവിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയില്ലേ. ഉദരത്തിൽ കിടന്നുകൊണ്ട് ജ്ഞാനം നേടുന്നവരാണ്, നേടും. അതെല്ലാം അത് ഇപ്പം ശാസ്ത്രവും അതിനെ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അന്നു മുതല് പിന്നെ ബ്രഹ്മചര്യം കഴിയുന്നതിന് മുമ്പ് വേദാന്തങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ച് വരുന്ന ആളാണ് ബ്രാഹ്മണൻ. പക്ഷെ കണ്ണു ഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അയാളെ കണ്ട് നല്ല ഗുണമുണ്ടോ? ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, ഇവന്റെ പ്രവൃത്തി ഈ ബ്രാഹ്മണന്റേതല്ല എങ്കിൽ വല്ല ഗുണമുണ്ടോ? അവ ചോദിക്കും, അപ്പൊ ഇയാൾ ഷാപ്പിൽ പോയി വിചാരിച്ച എന്തോ കുഴപ്പമായാലും ബ്രാഹ്മണൻ അല്ലാതാവൂ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാം ഇവരെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യസു ഇവരെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. പക്ഷെ അടുത്ത കാര്യം എന്താണ്? ഗുണകർമ്മ വിഭാഗശ. ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വ്യാധഗീതയൊക്കെ നമ്മളിവിടെ പറഞ്ഞതാണ്. ഇറച്ചിവെട്ടുകാരൻ ഗീത ഉപദേശിക്കുന്നു, ഉപദേശം കൊടുക്കുന്നു, അയാൾ കർമ്മം ചെയ്യാണ്. നമ്മള് രാമന്റെ കർമ്മമാണ് രാജ്യഭരണം, പ്രജകളെ സംരക്ഷിക്കുക, അവരുടെ ഇംഗിതങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുക. അതുപോലെ ഇവിടെ ഇറച്ചിവെട്ടുകാരനാണ്, അത് അയാളുടെ ജോലിയാണ്. അയാളിത് കഴിഞ്ഞിട്ട് ഉപദേശം നേടാൻ വന്നിരിക്കുന്ന ആളിനെ അവിടെ ഇരുത്തിയിട്ട് അച്ഛനും അമ്മയും, വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവർക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഉപദേശത്തിന് വരുന്നത്. അതുവരെ അയാൾ ഇരിക്കുകയാണ്. അപ്പൊ തന്നെ ഇയാൾക്ക് ജ്ഞാനം കിട്ടിക്കാണ് ചന്തയാണ്, ഇതൊന്നും പറയണ്ട. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഭക്തി എന്ന് പറഞ്ഞില്ലേ, ശങ്കരാചാര്യ പറഞ്ഞത്, ഡുഗ്രിജകരനെ പറഞ്ഞില്ലേ, അതിനേക്കാൾ വലുതാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഭക്തിയായി, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാതിരിക്കുക, അപ്പൊ ഭക്തിയായി. ഇത്രയൊക്കെ നമുക്ക് ഈ ജന്മത്തിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനെ ഉപാസിക്കുക, ഒക്കുന്നിടത്തോളം കർമ്മങ്ങൾ ചെയ്യുക, ഈശാർപ്പണവുമായി. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല. കർമ്മഫലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക, ഈശാർപ്പണമായി. ഭഗവാന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. പറ്റുമോ?
പറ്റും, കുഴപ്പമൊന്നുമില്ല. അതപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ എത്ര ചാടിയാലും അതിനൊരു പരിധിയുണ്ട്. കൊഞ്ചിൻ്റെ കാര്യം പറഞ്ഞോളാം, ചട്ടി ചാടും, അല്ല മുട്ട ചാടും, പിന്നെ ചട്ടി ചാടും, അതുപോലെയുള്ള നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച്, ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറ്റുന്ന. അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. താഴെ മേലോട്ട് പറഞ്ഞാൽ സാത്വികൻ ആണല്ലോ വിഭീഷണന്, രാജസമാണല്ലോ കുംഭകർണന്. മറ്റേയാള് രാജസം ഉണ്ടെങ്കിലും താമസമാണ്. അതാണ് അവര് വാങ്ങിച്ച വരവും അങ്ങനെയാണ്. വിഭീഷണ വാങ്ങിച്ചത്, വിഭീഷണോ വിഷ്ണുഭക്തി ഗൗരി സത്വഗുണാന്വിത, എന്നും സത്വഗുണാന്വിതനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ സത്വഗുണം മാറിയിട്ടേ ഇല്ല. ഇവിടെ കുംഭകർണനും സത്വഗുണാന്വിതനാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മുടെ കർണന്റെ കൂട്ടാണ്, ആശ്രിതനാണ്. ഇവിടെ ലങ്കയിലെ രാവണന്റെ അനുജനാണ്, അദ്ദേഹത്തിനെ സഹായിക്കുന്നത് അയാളുടെ കടമയാണ് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ കർണന് അംഗരാജ്യം കൊടുത്തിട്ട് അയാൾ അഭിമാനം സംരക്ഷിച്ച ആളാണ് ദുര്യോധനൻ. അതാണ് ദുര്യോധനന്റെ കൂടെ കർണന് നിൽക്കേണ്ടി വന്നത്. ഇവിടെ അതുപോലെയാണ് കുംഭകർണൻ. ഈ കുംഭകർണൻ വന്നപ്പോഴോ രാവണൻ ഗാഠഗാഠം പുണർന്ന് ഗൂഢമോദം നിജപീഠം അതിന്മേൽ ഇരുത്തി ദശാസ്യനും. രാവണൻ ദശാസ്യൻ ദശാസ്യൻ രാവണൻ കുംഭകർണനെ മുമ്പ് ഹനുമാനെ ശ്രീരാമൻ പുണർന്നതുപോലെ ഗാഠഗാഠം പുണർന്ന് ഗൂഢമോദം ഉണ്ടായ സന്തോഷത്തോടുകൂടി നിജപീഠം അതിന്മേലിരുത്തി, അദ്ദേഹത്തിന്റെ തന്നെ ആസനത്തിൽ ഇരുത്തി, സിംഹാസനമല്ല മന്ത്രാലയത്തില് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹനുമാൻ വന്നതും ഇങ്ങനെ നമ്മളെ നശിപ്പിച്ചതും എൻ്റെ മോനെ കൊന്നതും ഒക്കെ ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇയാൾ കുംഭകർണനെ ആലോചിച്ചിട്ട് വരാൻ പോകുന്നതായി അദ്ദേഹം മനസ്സിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. എവിടെ വെച്ച് കണ്ടാലും രാമൻ അങ്ങയെ കൊല്ലും. അതേ പറയുന്നതാണ്, എവിടെ വെച്ച് അങ്ങയെ കണ്ടാലും രാമൻ കൊല്ലും, ഉറപ്പാണ്. കാരണം അങ്ങയുടെ പ്രവൃത്തി അതാണ് കാര്യം. അത് രാമൻ അങ്ങയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങയുടെ പ്രവൃത്തി അതാണ്. പക്ഷെ ഈ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാവണനും കുംഭകർണനും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചേ പറ്റുള്ളൂ. പക്ഷേ പാലാഴിയിലെ ദ്വാരപാലകരായ ജയനും വിജയനുമാണ്. 3-4 ജന്മ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, അതുപോലെ ഇവിടെ കുംഭകർണനും രാവണനും, ഇനി ശിശുപാലനും കംസനും, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരിച്ചിട്ട് മോക്ഷം കിട്ടി തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ അവരെന്തായാലും ഇതൊക്കെ ചെയ്തേ പറ്റും. എന്തായാലും കുംഭകർണൻ പറയാണ്, ഇത് എവിടെ വെച്ച് കണ്ടാലും അങ്ങനെ ഈ രാമൻ കൊല്ലും. അതിന്റെ കാരണം ചിത്പുരുഷൻ എന്ന് പറയുന്നത്, ചിത്പുരുഷനായ ഭഗവാൻ നാരായണനാണ് രാമൻ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊല്ലാനായിട്ട് മാത്രം ജനിച്ചിരിക്കുകയാണ് ഈ ശ്രീരാമൻ. അതുപോലെ തന്നെ മഹാലക്ഷ്മിയാണ് സീതാദേവി. ജനകജയായിട്ട് ജനിച്ചിരിക്കുകയാണ്. അവരും നിന്റെ നാശത്തിനായിട്ട് മാത്രം ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സീതയെ കൊണ്ടുവന്ന് രാമന് കൊടുത്തിട്ട് ആദ്യം തന്നെ പറയുന്നത്, കുംഭകർണൻ പറയുന്നത്, ഈ ഭൂമിയിൽ കുറേ കാലം ജീവിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്, എനിക്കത് ഇഷ്ടമാണ്. ഭൂമിയിൽ കുറേ കാലം ജീവിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നീ അതിനെല്ലാം നശിപ്പിക്കുന്നു, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അതിനെതിരായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ സീതയെ കൊണ്ടു കൊടുത്തിട്ട് രാമനോട് അഭയം അപേക്ഷിക്കുക എന്നാണ് കുംഭകർണൻ പറയുന്നത്. കുറേ കാര്യങ്ങൾ പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയ വിഷയങ്ങളാണ് നമ്മുടെ നാശത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മൃഗം, മാനിനെ വേടം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് നല്ല പാട്ട് കൊടുക്കുക, അല്ല നല്ല നാദം. ഇത് കേൾക്കുമ്പോൾ മാനിങ്ങനെ ചെവി കൂർപ്പിച്ച്
എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് കേട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അവന്റെ ശ്രദ്ധ, ഈ മാനിന്റെ ശ്രദ്ധ ഈ നാദത്തിൽ, ഈ ശബ്ദത്തിൽ മാത്രമാണ്. ആ സമയത്ത് ഇവനെ പിടിക്കും. എന്തിനാ പെയ്തോ, കാരണം ഓടിപ്പോന്ന മാനിനെ പിടിക്കാൻ എളുപ്പമല്ലല്ലോ, അതിനെ പിടിക്കും. അപ്പം അവന്റെ നാശത്തിന് വന്നിരിക്കുന്നത് ശബ്ദമാണ്. പിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് മീന് ചൂണ്ടയിലെ ഇരയിട്ട് കൊടുത്തിട്ടാണ് മീനെ പിടിക്കുന്നത്. അപ്പൊ ടേസ്റ്റാണ്, ഇത് വിഴുങ്ങാനുള്ള ആ ടേസ്റ്റാണ് ഈ മീന് കുഴപ്പം പറ്റുന്നത്. അപ്പൊ ഈ ഇരയാണെന്ന് വിചാരിച്ച് അതിന്റെ രുചി ആലോചിച്ചിട്ട് പോയി വിഴുങ്ങും. അതിനകത്ത് ചൂണ്ടയാണ്, വെളിച്ചം. വെളിച്ചം ചൂണ്ടയാണ്, ചൂണ്ട. അപ്പോ മാനിന് ശബ്ദമായിരുന്നു എങ്കിൽ മീനിന് രസനയായിരുന്നു. ഇനിയൊന്ന് പറഞ്ഞിരിക്കുന്നത് ശലഭങ്ങൾ. ഈയല് കൂടുതൽ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പം കാണാനില്ല. പണ്ട് ചെയ്തിരുന്നത് ചൂട്ട് കത്തിച്ചു. അപ്പൊ ഇവരെല്ലാരും കൂടെ വന്നിട്ട് തിന്നാനുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട്, ഈ അഗ്നി കണ്ടിട്ട് തിന്നാനുള്ള സാധനം പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ചാടി കഴിക്കും. അവനെ കണ്ണാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ചിലര് ഇതിനെ പതുക്കി തിന്നുകയും ചെയ്യുമായിരുന്നു ഈ ഏലിന്. അപ്പോ ഒരാൾക്ക് നാദമായിരുന്നു, ചെവിയിൽ ആണ് അയാളെ ഇന്ദ്രിയം. ഒരാളിന് രസനയായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു, രുചിയായിരുന്നു. ഒരാളിന് കാഴ്ചയായിരുന്നു. അത് മൂന്നും അതിനകത്ത് പറയുന്നത്. അധ്യാത്മരാമായണത്തില് ഒരു കാര്യം പറയുന്നുള്ളൂ, ഈ മീനിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വാൽമീകി രാമായണത്തിൽ ഒന്നും പറയുന്നില്ല. ഇനി ഇവരുടെ രണ്ടുപേരും, 5 പേരുണ്ടല്ലോ നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ? ഈ ഇന്ദ്രിയങ്ങള് 5 പേരില്ലേ? ഇനി ഒരാള് സ്പർശമുണ്ട്. അത് ആനയുടെ കാര്യമാണ് പറയുന്നത്. ആനയെ പിടിയാനേ വിടും. ഇങ്ങനെ സ്പർശം മുട്ടി ഒരുമി നടക്കുമ്പോൾ ഈ കിടങ്ങ് പിടിച്ചിരിക്കുന്ന സ്ഥലത്തൂടെ ഇതിനെ കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്ത് ഇരുത്തി പിടിക്കും. അപ്പോ നമുക്ക് ഇനിയൊന്ന് അത് സ്പർശമായി, അപ്പോ നാദമായി, പിന്നെ രുചിയായി, പിന്നെ കാഴ്ചയായി, പിന്നെ ഇവിടെ സ്പർശമായി. ഇനി ഒന്ന് ഗന്ധമാണ്. വണ്ടിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വണ്ട ഈ മണം പിടിച്ച്, പൂവിന്റെ മണം പിടിച്ച് പോയി ചെന്നാണ് ഈ തേൻ കുടിക്കുന്നത്. ഒരു വണ്ടിനെ പറ്റിയ അമളി അറിയാവുന്ന നമുക്കല്ലേ? താമരപ്പൂവിൽ ചെന്നിരുന്ന ഇയാൾ തേനുമൊക്കെ കുടിച്ചതിന്റെ മണമൊക്കെ പിടിച്ച് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന സമയത്ത് സൂര്യനെ അസ്തമിച്ചാൽ ഇയാളങ്ങ് മുമ്പത്തിൽ ഇയാൾ അതിനകത്തായി പോയി. അപ്പോഴാണ് ഇയാൾക്ക് അബദ്ധം പറ്റുന്ന അറിയുന്നത്. ഇയാളിങ്ങനെ മലപായസമൊക്കെ ഉണ്ട്, രാവിപ്പോൾ ക്ഷണം മുടങ്ങിടും എന്ന് പറയുന്നത്. രാവിപ്പോൾ ക്ഷണവും മുടങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഈ കമലവും കാലിനെ വിടർന്നിടുവേ, ഏവം മൊട്ടിനകത്തിരുന്ന് അണിമനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരി കണ്ടു. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാളും കണ്ടിട്ടില്ല, ഈ വണ്ടും കണ്ടില്ല. പിഴുതാൻ ബന്ധീന്ദ്ര പത്നി, ഒരാന വന്ന് ഈ താമരമൊട്ട് പിഴുതു. പിന്നെന്തായിരിക്കും സംഭവിക്കുക? ആന ഇതിനെ പിള്ളേർ എന്താ ചെയ്യുന്നത്? തറയിലിട്ടുണ്ടോട്ടേ. അപ്പൊ ഇതാണ് വണ്ടിന് പറ്റിയത്, ഗന്ധം കൊണ്ട്. അപ്പൊ ഈ നമുക്ക് ഈ ഏതെങ്കിലും ഒരെണ്ണമാണോ? ഇതെല്ലാം അനുഭവിക്കുന്ന നമ്മള് ഇതിന്റെ പുറകെ പോയാൽ, ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോയാൽ നമുക്കുണ്ടാവുന്നത് നാശമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനോ അവന് സുഖമാണ് ഉണ്ടാകുന്നത്, അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ഇവിടെ കുംഭകർണൻ പറയുന്നത്. ഇത് ഈ രാവണനെ നമ്മളെ മുമ്പേ പറഞ്ഞല്ലോ, ഉള്ളതിന് കുഴപ്പമാണ്, സമയം പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളത് അവിടെ നിർത്തി വിഭീഷണിലേക്ക് കടന്നാല് അദ്ദേഹം വന്നു. അദ്ദേഹം എപ്പോഴും സത്വഗുണമുള്ള ആളാണ്, സത്വഗുണാന്വിതനാണ്. അപ്പൊ ആ രീതിയിലേ അദ്ദേഹം പറയുള്ളൂ. അപ്പൊ എന്നിട്ട് നമ്മുടെ കുംഭകർണൻ രാവണനോട് പറയുന്നത്, ഇതൊന്നും ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് അവിടെ ഇരുന്നാൽ മതി, ഞാൻ ഇവരെ എല്ലാം
കൊന്ന് അങ്ങേക്ക് വിജയം സമ്മാനിക്കാം, അങ്ങേ സുഖം അനുഭവിച്ചോളൂ എന്നാണ് ഈ കുംഭകർണൻ പറയുന്നത്. ഞാനിതൊന്നും പറഞ്ഞു വിചാരിച്ചാൽ അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ ഏറ്റു, ഇവരെയൊക്കെ മനുഷ്യരെയൊക്കെ കൊല്ലാൻ നമുക്ക് എന്തായാലും പാടുള്ളൂ, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നാണ് കുംഭകർണൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിഭീഷണൻ വരുന്നത്. വിഭീഷണനെയും സ്വീകരിച്ച് അവിടെ എത്തി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഒന്ന് വായിക്കാനുള്ള നേരം എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, രാമനോട് യുദ്ധം ചെയ്യാൻ ഈ ഭൂമിയിൽ ആരുമില്ല. നീ എത്ര വിചാരിച്ചാലും രാമനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ സീതാദേവിയെ രാമന് കൊടുത്താൽ ഇതിന് പരിഹാരമാവും. രാമൻ നിന്നെ കൊല്ലാനാണ് ഈ രാമൻ ജനിച്ചിരിക്കുന്നത്, അതുപോലെ സീതാദേവി. അദ്ദേഹം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ എന്താ ഇത് പറയുന്നത്? ഏതായാലും ശ്രീരാമനെ കൊല്ലും. ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യമുള്ളത്? അപ്പൊ വിഭീഷണൻ പറയുന്നതാണ്, ദയാലുവാണ് ശ്രീരാമൻ, ആ സേവിപ്പവർക്ക് അഭയം കൊടുക്കുന്നവനാണ്, അപേക്ഷിക്കുന്നവനെ കൈവിടുന്നവനല്ല രാമൻ. നമ്മളെ പല സ്ഥലത്തും നമ്മൾ കണ്ടു. ഇവിടെ പരശുരാമൻ അസ്ത്രം വായിക്കാൻ പറഞ്ഞത് വരെ നമ്മൾ കണ്ടു. മാരീചനെ അസ്ത്രം വായിച്ചു, ഇത് പോയിട്ട് തിരിച്ചു വന്ന് അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹം സഹിച്ചയാളാണ്. അങ്ങനെ പല പല സംഗതികളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അഭയം പ്രാപിച്ചാൽ അവരെ കൈവിടുന്നയാളല്ല രാമൻ. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ തോപ്പിച്ചതിന് ശേഷം ഒരു നിവൃത്തിയില്ലാതെ ചെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴേ പോയി പറയാമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. നിനക്ക് മാത്രമല്ല, നമ്മുടെ കുലത്തിനും. ഇപ്പൊ രാവണന് മാത്രമല്ലല്ലോ ഒരു യുദ്ധം വരുമ്പം, അതെയോ, ഒരാളിന് മാത്രമല്ല, രാജാവിന് മാത്രമല്ല, നമ്മുടെ നാടല്ലേ മുടിയുന്നത്, നമ്മുടെ വംശം തന്നെ മുടിയും. 4-1 രാക്ഷസരെ കൊന്നിട്ടാണ് ഹനുമാൻ പോയത്. 4-1 പേരെ കൊന്നിട്ടാണ്. അപ്പൊ ഇനി ബാക്കിയുള്ളവരെ ഈ ശ്രീരാമനൊക്കെ കൊല്ലാൻ ഏതാണ്ട് പാടുണ്ടോ? രാക്ഷസ വംശം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നീ ഈ നാടിന് വേണ്ടി, നമ്മുടെ വംശത്തിന് വേണ്ടി ഞാൻ പറയുന്നത് കേൾക്കണം, ഈ സീതാദേവിയെ കൊണ്ടു കൊടുക്കണം എന്നാണ് വിഭീഷണൻ പറയുന്നത്. ഞാൻ ഒന്ന് വായിക്കാം. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ, നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുദ്ധിജനം. വിവരമുള്ളവര് നമുക്ക് വേണ്ടപ്പെട്ടവരോട് പഥ്യമേ പറയാവൂ. പഥ്യം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കഷായം കുടിക്കുമ്പോൾ മീൻ കൂട്ടരുതെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല. അല്ലെങ്കിൽ ഷുഗർ ഉള്ളവനോട് പ്രഥമം കുടിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല. എൻ്റെ കൂടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രഥമം കാണുമ്പോൾ നമ്മൾ കുടിക്കും. ഇവിടെ ഒരു പായസം ഇരിക്കുന്നത് കാണുമ്പോൾ ദേവിയുടെ പായസം ഞാൻ കുടിക്കും. അത് പഥ്യമല്ല എന്നാണ്. പഥ്യമേ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശിക്കാവൂ എന്നാണ് വിഭീഷണൻ പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുദ്ധിജനം. കല്യാണമെന്ന് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിന് ആരുള്ളത് ഓർക്കനീ, രാമനോട് ഈ ത്രിലോകത്തിങ്കൽ. നക്തഞ്ചരാധിപ, മത്തൻ ഉന്മത്തൻ, പ്രഹസ്തൻ വികടനും സുപ്തജ്ഞൻ, യജ്ഞാന്ത്യാദികളും. ആ രണ്ടുപേര്, സുപ്തജ്ഞൻ പറഞ്ഞാൽ കുറെ കിടക്കുന്നവനെ കൊല്ലുന്നവർ, യജ്ഞാന്തകാരി എന്ന് പറഞ്ഞാൽ യാഗം മുടക്കുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. കുംഭകർണൻ, ജമ്പുമാരി, പ്രജംഘനൻ, കുംഭൻ, നികുംഭൻ, അകമ്പൻ, കമ്പനൻ, വൻപൻ, മഹോദരനും മഹാപാർശ്വനും, കുംഭകനും, ത്രിശിരസ്, അടികായനും, ദേവാന്തകനും, നരാന്തകനും, മറ്റു ദേവാരികൾ, വംശനഷ്ടാദി വീരരും. ഇങ്ങനെ ഒക്കെ ഉള്ളവര് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നേരെ പൊരുത് ജയിപ്പതിന് ആരുമേ ശ്രീരാമനോട് കരുതായിക മാനസി. ശ്രീരാമനോട് ജയിക്കാമെന്ന് നീ മനസ്സിൽ ഒരാളെയും ചിന്തിക്കണ്ട. ശ്രീരാമനായത് മാനുഷനല്ല കേള്, ആരെന്നറിവാനും ആമല്ല ഒരുവരും. ശ്രീരാമൻ ആരെന്നറിയാൻ വലിയ പ്രയാസമാണ്. നമുക്ക് പറയാം, ഞാനാണ് ശ്രീരാമൻ, അല്ലേ? ഞാനാണ് ശ്രീരാമൻ, അഹം ബ്രഹ്മാസ്മി.
അത് നമ്മൾ അറിയണം എന്നുള്ളതേ ഉള്ളൂ. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ, വൈവസ്വതനും നിർവ്രിയുമല്ല, പാശിയുമല്ല, ജഗപ്രാണനല്ല, വിത്തേശനുമല്ല, അവൻ ഈശാനനുമല്ല, വേദാവുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യ രുദ്ര വസുക്കളുമല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു.